Hello everyone, myself Sri Lakshmi Nair, Assistant Professor, Electrical and Electronics Department, SNIT Adur. Today I am going to discuss about the University Question Paper of 2018 April. നമ്മൾ ഇതിന് മുമ്പത്തെ ലെക്ചർ വീഡിയോയിൽ പാർട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ 2018 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ പാർട്ട് ബി ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തേർഡ് പാർട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി പാർട്ട് 4 ആണ് ഇന്നത്തെ ലെക്ചർ വീഡിയോയിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിന് മുമ്പത്തെ 3 വീഡിയോസും അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. എങ്ങനെയാണ് എക്സാം ഓറിയൻറ്റഡ് എഴുതേണ്ട എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ മെസ്സേജ് ചെയ്ത് ചോദിക്കും. ഈ ലെക്ചർ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് 2018 ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാർട്ട് ബി ആണ്. പാർട്ട് 3 നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ലെക്ചർ വീഡിയോയിൽ പാർട്ട് 3 ലെക്ചർ വീഡിയോയിൽ 9, 10, 11th ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് വരെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയും 11th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടും 12th ക്വസ്റ്റ്യൻ്റെ എ ബി പാർട്സ് ആണ് നമ്മൾ ഇന്നത്തെ ലെക്ചർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ 11th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലമാണ്. 220 volt 1500 RPM 50 ampere separately excited motor with armature resistance of 0.5 ohm is fed from a 3-phase fully controlled rectifier. Available AC source has a line voltage of 440 volts 50 Hz. A star delta connected transformer is used to feed the armature so that the motor terminal voltage equals rated voltage when the converter firing angle is 0. Determine the value of firing angle when A. motor is running at 1200 RPM and rated torque. B. when the motor is running at -800 RPM and twice the rated torque. ഇതാണ് നമ്മുടെ 11th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്. 12th ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് എന്ന് പറയുന്ന ഒരു തിയറി ക്വസ്റ്റ്യനും അത് പാർട്ട് സിയിൽ വരുന്നതാണ്. അതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യനും ആണ്. പാർട്ട് സിയിലെ 12th എ പാർട്ടിനും ബി പാർട്ടിനും 5 മാർക്ക് ഈച്ച് ആണ്. 11th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിന് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യനുമാണ്. അപ്പം ടോട്ടലി 10 + 6 16 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ലെക്ചർ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി 11th ബി പാർട്ട് ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ വായിച്ചത്. അതിൻ്റെ സ്കീം ഓഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്കുണ്ട്. വാല്യൂ ഓഫ് ഫയറിംഗ് ആംഗിൾ വെൻ മോട്ടർ ഈസ് റണ്ണിങ് അറ്റ് 1200 RPM ആൻഡ് റേറ്റഡ് ടോർക്ക് അത് കണ്ടുപിടിക്കുന്നതിന് 2.5 മാർക്കാണ്. Then B part ആയിട്ട് when motor is running at -800 RPM and twice the rated torque. ഈ സമയത്തുള്ള ഫയറിംഗ് ആംഗിൾ when motor is running at -800 RPM and twice the rated torque ഉള്ള ഫയറിംഗ് ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് again 2.5 മാർക്സ് ആണ്. അപ്പം മാർക്കിൻ്റെ സ്പ്ലിറ്റ് അപ്പ് ഞാൻ പറഞ്ഞു. ടോട്ടൽ അപ്പം 6 മാർക്സ് ആണ് ഈ ക്വസ്റ്റ്യൻ കവർ ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ എ 3-phase fully controlled rectifier, നമുക്കറിയാം ഒരു 3-phase fully controlled rectifier fed DC motor ഡ്രൈവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VM ഈസ് ഈക്വൽ ടു π/3 ഇൻറ്റു VA/cos ആൽഫ എന്ന ഇക്വേഷനാണ്. അതായത് ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം VA ഈസ് ഈക്വൽ ടു എന്താണ് 3VM/π cos ആൽഫ എന്ന ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷനകത്തിൽ നിന്ന് നമ്മൾ VM ഈസ് ഈക്വൽ ടു π/3 ഇൻറ്റു VA/cos ആൽഫ നമ്മൾ എഴുതി. ഫോർ റേറ്റഡ് മോട്ടോർ ടെർമിനൽ വോൾട്ടേജ് ആൽഫ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. റേറ്റഡ് ആയിട്ടുള്ള മോട്ടോർ ടെർമിനൽ വോൾട്ടേജിൻ്റെ കേസിൽ ആൽഫയുടെ വാല്യൂ 0 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ VM ഈസ് ഈക്വൽ ടു π/3 ഇൻറ്റു 220/cos 0 ഡിഗ്രി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 230.4 വോൾട്ട് എന്ന് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇനിയും RMS കൺവേർട്ടർ ഇൻപുട്ട് വോൾട്ടേജ് ബിറ്റ്വീൻ ലൈനുകൾക്കിടയിൽ, അതായത് ഒരു 3 ഫേസ് ആയതുകൊണ്ട് തന്നെ ലൈനിന് ഇടയിലുള്ള RMS കൺവേർട്ടർ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? VM തന്നിട്ടുണ്ട്. അപ്പോൾ VRMS കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? VM/√2. നിങ്ങൾ ഓൾറെഡി ബേസിക് ഇലക്ട്രിക്കൽ പഠിച്ച സമയത്ത് നിങ്ങൾ 3 ഫേസ് സിസ്റ്റത്തിൻ്റെ RMS വോൾട്ടേജ് VRMS കാണാൻ വിച്ച് ഈസ് ഈക്വൽ ടു VM/√2 വെച്ച് ചെയ്യാൻ അറിയാം. അപ്പോൾ നമ്മൾ VM/√2 ചെയ്യുമ്പോൾ 162.9 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ഫോർ എ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ കണക്ഷൻ, ഒരു സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ കണക്ഷന് റേഷ്യോ ഓഫ് ടേൺസ് ബിറ്റ്വീൻ ഫേസ് വൈൻഡിങ്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെയും കൂടെയുള്ള ടേൺസ് റേഷ്യോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? V2/V1 അല്ലെങ്കിൽ V1/V2 ആണ് ടേൺസ് റേഷ്യോ നമുക്കറിയാം. അപ്പം V2/V1 അല്ലെങ്കിൽ V1/V2 വെച്ച് N അല്ലെങ്കിൽ ടേൺസ് റേഷ്യോ കണ്ടുപിടിക്കാൻ നമ്മൾ 440 / √3 / 162.9 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അപ്പോൾ നമുക്ക് 1.559 എന്ന നമുക്ക് ടേൺസ് റേഷ്യോ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അറ്റ് 1500 RPM 1500 RPM ഉള്ള സമയത്തെ നമ്മുടെ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. മോട്ടോർ ടെർമിനൽ വോൾട്ടേജ് ഇ ഈസ് ഈക്വൽ ടു 220 മൈനസ് 0.5 ഇൻറ്റു 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 195 വോൾട്ട്. 0.5 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്, 50 എന്ന് പറയുന്നത് കറണ്ട് ആണ്. ഇനി അറ്റ് 1200 RPM, ഇനി ഇത് 1500 RPM നമുക്ക് ഇ കിട്ടി. ഇനി 1200 RPM ഇ കാണാൻ എന്ത് ചെയ്താൽ മതി? 1200 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 195. എങ്ങനെയാണ് നമുക്കത് കിട്ടിയത്? നമുക്കറിയാം V2 ബൈ V1 ഈസ് ഈക്വൽ ടു N2 ബൈ N1 എന്ന ഇക്വേഷൻ നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? E2 ഈസ് ഈക്വൽ ടു 1200 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 195 ദാറ്റ് ഈസ് ഈക്വൽ ടു 156 വോൾട്ട്. ഇനി നമ്മൾ VA കണ്ടുപിടിക്കണം. VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ് VA ഈസ് ഈക്വൽ ടു E പ്ലസ് IARI ദാറ്റ് ഈസ് ഈക്വൽ ടു 156 പ്ലസ് 50 ഇൻറ്റു 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 181 വോൾട്ട്. സിൻസ് VA ഈസ് ഈക്വൽ ടു VA എന്ന് പറഞ്ഞാൽ 3 VM ബൈ പൈ കോസ് ആൽഫ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു പൈ ബൈ 3 ഇൻറ്റു VA ഡിവൈഡഡ് ബൈ VM എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 3 ഇൻറ്റു 181 ഡിവൈഡഡ് ബൈ 230.4 ചെയ്യുമ്പോൾ 0.8227 എന്ന് നമുക്ക് കോസ് ആൽഫയുടെ വാല്യൂ കിട്ടും. കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 0.8227 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടി കോസ് ഇൻവേഴ്സ് 0.8227 എന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് 34.65 ഡിഗ്രി നമുക്ക് ആൽഫ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അറ്റ് മൈനസ് 800 RPM, അപ്പം 1200 RPM കണ്ടുപിടിച്ചു. ഇനി നമ്മൾ മൈനസ് 800 RPM കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇ ഈസ് ഈക്വൽ ടു മൈനസ് 800 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 195 ചെയ്യുമ്പോൾ മൈനസ് 104 കിട്ടും. ഇനി നമ്മൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? VA ഈസ് ഈക്വൽ ടു E പ്ലസ് IARI ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 104 പ്ലസ് 100 ഇൻറ്റു 0.5 ഈസ് ഈക്വൽ ടു മൈനസ് 54 വോൾട്ട് എന്ന് കിട്ടും. ഇനി ഫ്രം ഇക്വേഷൻ 1 നമുക്കറിയാം എന്താണ്? VA ഈസ് ഈക്വൽ ടു 3 VM ബൈ പൈ കോസ് ആൽഫ ആണെന്നറിയാം. അതിനകത്ത് നിന്ന് കോസ് ആൽഫ ഈസ് ഈക്വൽ ടു പൈ ബൈ 3 ഇൻറ്റു VA ബൈ VM ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 3 ഇൻറ്റു മൈനസ് 54 ഡിവൈഡ് ബൈ 230.4 ഈസ് ഈക്വൽ ടു മൈനസ് 0.2454. ആൽഫ കണ്ടുപിടിക്കാൻ കോസ് ഇൻവേഴ്സ് മൈനസ് 0.2454 ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഈസ് ഈക്വൽ ടു 104.20 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫയറിംഗ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ജസ്റ്റ് നമ്മൾ 3 ഫേസ് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ ഫെഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ എന്ന് പറയുന്ന പോർഷനിലെയാണ് ഈ പ്രോബ്ലം. ജസ്റ്റ് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഇതിൻ്റെ തിയറി ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻസ് കൊടുക്കുക, ഡയറക്റ്റ് എൻ്റെ ആൻസർ കിട്ടും. ഇനി 12th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേക്കിംഗ് ഇൻ DC മോട്ടോഴ്സ്, വൈ പ്ലഗിംഗ് ഈസ് നോട്ട് പോപ്പുലർ, ഹൗ ദ ഡൈനാമിക് ബ്രേക്കിംഗ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ യൂസിങ് എ ചോപ്പർ. ഇതാണ് നമ്മുടെ 12th ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് എന്ന് പറഞ്ഞത്. DC മോട്ടറിലെ ടൈപ്സ് ഓഫ് ബ്രേക്കിംഗ് ഏതൊക്കെയാണെന്നുള്ളതും പ്ലഗിങ് എന്തുകൊണ്ടാണ് പോപ്പുലർ അല്ലാത്തതെന്നും ഉള്ളത്. ഇതിൻ്റെ സ്കീം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈപ്സിന് 2 മാർക്സ്, പ്ലഗിങ് എന്താണ് പോപ്പുലർ അല്ലേ എന്നുള്ളത് 1 മാർക്ക്, ഡൈനാമിക് ബ്രേക്കിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ 2 മാർക്സ്. ഓൾറെഡി ഇതിൻ്റെ നോട്ട്സ് എല്ലാം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും പഠിപ്പിച്ച സമയത്ത് ക്ലാസ്സിൽ തന്നതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ ടൈപ്പാണ് DC മോട്ടറിന് ബ്രേക്കിംഗ് ഉള്ളതെന്നറിയാം. റിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ് ഉണ്ട്, പ്ലഗിംഗ് അല്ലെങ്കിൽ റിവേഴ്സ് കറന്റ് ബ്രേക്കിംഗ് ഉണ്ട്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. ഈ 3 മെത്തേഡിൽ പ്ലഗിംഗ് എന്ന് പറയുന്നത് എന്താണ്? പ്ലഗിംഗ് പ്രൊവൈഡ്സ് എ ഫാസ്റ്റ് സ്റ്റോപ്പ്, പെട്ടെന്ന് സ്റ്റോപ്പ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് പ്ലഗിംഗ് എന്ന് പറഞ്ഞാൽ. ബട്ട് it can be harsh on both the electrical and mechanical components. Because of this, it is the least commonly used method of braking, but it is appropriate for some applications. ഈ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ലീസ്റ്റ് കോമൺ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ദ ഹാർഷ് ഓൺ ബോത്ത് ദ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കമ്പോണൻസ്. ഇത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യത്തില്ല. പ്ലഗിങ് അതുകൊണ്ടാണ് പോപ്പുലർ അല്ലാത്ത ബ്രേക്കിംഗ് മെത്തേഡ്. For DC motor, the plugging is achieved by reversing the polarity of the armature voltage. DC മോട്ടറിൽ പ്ലഗിങ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർമേച്ചർ വോൾട്ടേജിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലഗിങ് അച്ചീവ് ചെയ്യുന്നത്. When this happens, the back EMF voltage no longer opposes the supply voltage. ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ ബാക്ക് EMF എന്ന് പറയുന്നത് ഒരിക്കലും സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യില്ല. Instead, the back EMF and the supply voltage works in the same direction. ബാക്ക് EMFും സപ്ലൈ വോൾട്ടേജും ഒരേ ഡയറക്ഷനിൽ തന്നെ പൊക്കോണ്ടിരിക്കും. അങ്ങനെ ഇത് രണ്ടും ഒരു ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒപ്പോസിങ് ദ മോട്ടോഴ്സ് റൊട്ടേഷൻ ആൻഡ് കോസിങ് ഇറ്റ് ടു കം ടു എ നിയർ ഇൻസ്റ്റന്റ് സ്റ്റോപ്പ്.
പെട്ടെന്ന് തന്നെ മോട്ടറിൻ്റെ റൊട്ടേഷനെ ഇത് ഒപ്പോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ സഡൻ ആയിട്ട് വന്നത് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് പ്ലഗിങ്ങിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നമ്മൾ എവിടെ യൂസ് ചെയ്യത്തില്ല, പോപ്പുലർ മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇനി ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബ്രേക്കിംഗ് റെസിസ്റ്റർ RB എന്ന് പറയുന്ന ഒരു ആർമേച്ചർ നെക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ആസ് സൂൺ ആസ് ദ DC മോട്ടർ ഇസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ മെയിൻ നിന്ന് DC മോട്ടറിനെ ഡിസ്കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ദ മോട്ടർ നൗ വർക്ക്സ് ആസ് എ ജനറേറ്റർ പ്രൊഡ്യൂസിങ് ദ ബ്രേക്കിംഗ് ടോർക്ക്. മോട്ടർ ജനറേറ്റർ ആയിട്ട് മാറിയിട്ട് ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, മോട്ടർ ജനറേറ്റർ ആയിട്ട് മാറിയതുകൊണ്ട് തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ പവർ ഫ്ലോ ചെയ്യും. പക്ഷേ അത് എന്ത് ചെയ്യും, നമ്മൾ എക്സ്ട്രാ കണക്ട് ചെയ്തിട്ടുള്ള ഈ ബ്രേക്കിംഗ് റെസിസ്റ്ററിൻ്റെ അക്രോസ് ഹീറ്റായിട്ട് ഡെസിപ്പേറ്റ് ചെയ്യും. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ബ്രേക്കിംഗ് വിത്ത് സെപ്പറേറ്റ് എക്സൈറ്റേഷൻ വരുന്ന ബ്രേക്കിങ്ങും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേക്കിംഗ് വിത്ത് സെൽഫ് എക്സൈറ്റേഷനുള്ള ബ്രേക്കിങ്ങിൽ നമുക്കിതിനെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം സെൽഫ് എക്സൈറ്റഡ് മെത്തേഡിലും സെപ്പറേറ്റ് എക്സൈറ്റേഷനായിട്ട് നമുക്കിതിനെ ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറെഡി നിങ്ങൾ തേർഡ് മൊഡ്യൂളിൽ പഠിച്ചപ്പോൾ ചോപ്പറിനകത്തിൽ ഞാൻ എങ്ങനെയാണ് അതൊരു ചോപ്പർ സർക്യൂട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ചോപ്പർ സർക്യൂട്ടിലെ ഡൈനാമിക് ബ്രേക്കിംഗ് ആണ്. ഞാൻ ഈ വീഡിയോയ്ക്കകത്തിൽ ഡൈനാമിക് ബ്രേക്കിംഗ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മൊഡ്യൂൾ 3 ചോപ്പർ ഫെഡ്, അതായത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ, ചോപ്പർ ഫെഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറിന്റെ ഡൈനാമിക് ബ്രേക്കിംഗ് ആണ് നിങ്ങൾ. ഇനി ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ a 220 volt 900 rpm 100 ampere separately excited DC motor has an armature resistance of 0.05 ohm. It is braked by plugging from an initial speed of 1000 rpm. Calculate resistance to be placed in the armature circuit to limit the braking current to 1.5 times the full load torque. Second one, the braking torque, and third one എന്ന് പറഞ്ഞാൽ torque when the speed has fallen to 0. ഇതിന്റെ സ്കീം ഓഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് റെസിസ്റ്റൻസ് ടു ബി പ്ലേസ്ഡ് ഇൻ ആർമേച്ചർ സർക്യൂട്ട് ടു ലിമിറ്റ് ബ്രേക്കിംഗ് കറന്റ് 1.5 ടൈംസ് ഫുൾ ലോഡ് ടോർക്ക്. അതിന് ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 2 മാർക്സ്. ബ്രേക്കിംഗ് ടോർക്ക് കണ്ടുപിടിക്കാൻ അഗെയിൻ 2 മാർക്ക്. ടോർക്ക് വെൻ ദ സ്പീഡ് ഹാസ് ഫോളൻ ടു 0. സ്പീഡ് 0 ആകുമ്പോഴത്തെ ടോർക്ക് കാണാൻ 1 മാർക്ക്. അങ്ങനെയാണ് മൊത്തത്തിൽ ഇതിന് 5 മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം സിമ്പിളാണ്, ശ്രദ്ധിക്കുക. അറ്റ് 900 rpm ആവുന്ന സമയത്ത് E എന്ന് പറഞ്ഞാൽ 220 മൈനസ് 0.05 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 215 വോൾട്ട്. അറ്റ് 1000 rpmന്റെ സമയത്ത് E ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡ് ബൈ 900 ഇൻറ്റു 215 ദാറ്റ് ഈസ് ഈക്വൽ ടു 238.9 വോൾട്ട്. ഇനി ഫോർ പ്ലഗിംഗ് ഓപ്പറേഷൻ്റെ സമയത്ത് RB പ്ലസ് RA ദാറ്റ് ഈസ് ഈക്വൽ ടു E പ്ലസ് V ബൈ IA വിച്ച് ഈസ് ഈക്വൽ ടു 238.9 പ്ലസ് 220 ഡിവൈഡ് ബൈ 1.5 ഇൻറ്റു 100. ഇവിടുത്തെ IA എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.5 ടൈംസ് ദ ഫുൾ ലോഡാണ്. അതുകൊണ്ട് തന്നെ 1.5 ഇൻറ്റു 100 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3.05993 ഓം എന്ന് നമുക്ക് കിട്ടും. ഇനി RB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 3.0593 മൈനസ് 0.05 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RB ഇസ് ഈക്വൽ ടു 3.009 ഓം എന്ന് കിട്ടും. ഇനി ബി പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്കിംഗ് ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ടോർക്ക് T ഇസ് ഈക്വൽ ടു E ഇൻറ്റു IA ബൈ ഒമേഗ എം. അതായത് പവർ ഇസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ എം എന്ന് എഴുതാം. അപ്പോൾ E ഇൻറ്റു I ആണ് പവർ, ദാറ്റ് ഇസ് ഈക്വൽ ടു T ഇൻറ്റു ഒമേഗ എം എന്ന് എഴുതാം. അതിനകത്ത് നിന്ന് T ഇസ് ഈക്വൽ ടു 238.9 ഇൻറ്റു 1.5 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 2π/60. അതായത് നമ്മൾ RPM തന്നിരിക്കുന്നത്, അതിനെ എന്തിലേക്ക് മാറ്റണം, ഒമേഗ എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1000 ഇൻറ്റു 2π/60 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 342.19 എന്ന് കിട്ടും. ഇനി സി പാർട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് 0 സ്പീഡ് E ഇസ് ഈക്വൽ ടു 0. 0 സ്പീഡിൽ E എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം IA ഇസ് ഈക്വൽ ടു V ബൈ RB പ്ലസ് RA വിച്ച് ഇസ് ഈക്വൽ ടു 220 ഡിവൈഡഡ് ബൈ 3.0593 വിച്ച് ഇസ് ഈക്വൽ ടു 71.911 ആംബിയർ എന്നാണ് നമുക്കിതിൻ്റെ കറണ്ട് നമുക്ക് കിട്ടുന്നത്. ഓൾറെഡി നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാൽ കറണ്ടിന് പ്രപ്പോർഷണൽ ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ടോർക്ക് ഈസ് ഈക്വൽ ടു 342.19 ഇവിടെ കിട്ടിയിരിക്കുന്ന ടോർക്ക് മൾട്ടിപ്ലൈഡ് ബൈ 71.911 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 164.048 ന്യൂട്ടൺ മീറ്റർ എന്നാണ് ടോർക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ RB എന്ന് പറയുന്ന എക്സ്ട്രാ കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ബ്രേക്കിംഗ് ടോർക്ക് കണ്ടുപിടിക്കുക, 0 സ്പീഡിലുള്ള ടോർക്ക് കണ്ടുപിടിക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 മാർക്സ് കിട്ടും. അപ്പം ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള പാർട്ട് 3, പാർട്ട് 4 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.